ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോണത് വേറൊന്നുമല്ല, ഭൂമിയും അച്യുതൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ മാറി നിന്ന് ഭവാന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ഭവാനി മുകളിൽ നിന്ന് ഫോൺ ചെയ്യാണ്. അച്യുതൻ അവിടെ നിന്ന് പതുക്കെ 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 ഗേറ്റ് കടന്ന് പോണോലോ, ഗേറ്റ് വരെ എത്താൻ വേണം ഒരു 2-3 കിലോമീറ്റർ. അങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് ഒരു പകുതി ആവുമ്പോഴേക്കും അച്യുതൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഭവാനി മുകളിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭവാനി അച്യുതനെയും അച്യുതൻ ഭവാനിനെയും കാണുന്നുണ്ട്. അച്യുതൻ എന്ന് പറയുമ്പോൾ തന്നെ അച്യുതൻ ഒരു ഒറ്റ ഓട്ടോ ആട്ടോ അവിടെ നിന്ന് തന്നെ വീട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടോ ആണ്. ആ സമയത്ത് നമ്മുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പൂജയുടെ കാര്യങ്ങളൊക്കെ അവസാന നിമിഷത്തിലേക്കായി. അപ്പൊ തിരിതെളിക്കണം. അപ്പൊ തിരിതെളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിയെടുത്ത് അഞ്ജന ചോദിക്കേണ്ട, മുത്തശ്ശി ഇതിന്റെ തിരി ഞാനും അജയും കൂടി ഒരുമിച്ച് തിരിതെളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞത് അത് വളരെ നല്ല കാര്യമാണ് തിരുമേനി, വിവാഹം കഴിക്കാൻ പോവല്ലേ അവര്, അപ്പൊ അവര് തിരി തെളിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഒരിക്കലുമില്ല. വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും ഇതിൽ തെളിക്കച്ചാൽ നല്ലതാണ്, ഐശ്വര്യം വരും. ഇതിന് തിരി തെളിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം തന്നെ സൂപ്പർ ആയിരിക്കും. പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും അവര് ഒരുപാട് നാൾ സുഖമായിട്ട് ജീവിക്കും. എങ്കിൽ അഞ്ജനമോളും അജയ് മോനും കൂടി തിരി തെളിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അജയും അഞ്ജനയും കൂടി തിരി തെളിക്കാൻ വേണ്ടി ഇങ്ങനെ അഞ്ജന അജയന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അവർ തിരി തെളിക്കാൻ വേണ്ടി ഇങ്ങനെ പോണ സമയത്ത് അപ്പുറത്തുനിന്ന് നമ്മുടെ ഭൂമിനെ ആരോ ഒന്ന് തട്ടി മാറ്റുന്നുണ്ട്. അതായത് ഭൂമി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ മുട്ടുമ്പോഴേക്ക് ഭൂമി പെട്ടെന്ന് തന്നെ ഈ തിരി തെളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അജയ് ഉണ്ടല്ലോ, അജയന്റെ മേളിൽ ഇങ്ങനെ തട്ടിയിട്ട് അഞ്ജനയുടെ മേളിലേക്ക് തട്ടണം. അപ്പൊ പെട്ടെന്ന് അഞ്ജന വീഴാൻ പോകുമ്പോഴേക്കും ഈ കത്തിക്കാൻ പോയ തിരി നിലത്തേക്ക് വീഴാൻ പോകുന്നുണ്ട്. അപ്പൊ അത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമി പിടിക്കുന്നുണ്ട്, ആ ഒരു വിളക്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന സമയത്ത് ആ ഒരു തിരി തെളിയണതും ആ ഒരു സമയത്താണ്. അതായത് അജയും ഭൂമിയും കൂടിയിട്ടാണ് ആ ഒരു തിരി തെളിക്കുന്നത്. അത് കാണുമ്പോഴേക്കും അഞ്ജനക്കും ഭവാനിക്കും അങ്ങ് ദേഷ്യം വരില്ലേ. നീ എന്ത് വൃത്തികേടടി കാണിച്ചത് എന്ന് ഭവാനി ചോദിച്ചുകൊണ്ട് അഞ്ജനയുടെ മുഖത്തേക്ക് ഒരു ഒറ്റടി വെച്ച് കൊടുക്കാണ്. അഞ്ജനയുടെ അല്ല, ഭൂമിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റടി വെച്ച് കൊടുക്കാണ്. നീ പൂജക്ക് വന്നതേ അവശകനുമാണ്. ഇപ്പൊ എന്റെ മോളും അജയും കൂടി കൊളുത്തേണ്ട തിരിയാണ് നീ കൊളുത്തിയത്. എപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ ആവശ്യമില്ലാത്ത ആൾക്കാരെ വിളിച്ചു വരുത്തണ്ടെന്ന്. കണ്ടില്ലേ, ഞാനും അജയും കൂടി തിരി കൊടുത്തതിന് പകരം അവള് കയറി കൊടുത്തിരിക്കുന്നു. എനിക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല, എല്ലാം കൂടി ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന അകത്തേക്ക് കയറി പോകണം. ഭൂമി പറഞ്ഞിട്ട് സോറി മുത്തശ്ശി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മോളെ, എനിക്ക് മനസ്സിലായി, അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പൊ തിരുമേനി രണ്ടുപേരെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. തിരുമേനിക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി, ഇവരാണ് ചേരേണ്ടവർ, അതുകൊണ്ടിട്ടാണ് അവര് തമ്മിൽ ആ തിരി കൊളുത്താൻ അവർക്ക് ദൈവം തന്നെ ഒരു അവസരം കൊടുത്തത് എന്ന് തിരുമേനിക്ക് മനസ്സിലായി. അതിനുശേഷം ഭൂമി എന്തോ കാര്യത്തിന് അവിടെ വിളമ്പലും കാര്യങ്ങളൊക്കെ നടക്കാണല്ലോ, ഊണിന്റെ കാര്യങ്ങളൊക്കെ നടക്കാണ്. അപ്പൊ ഭൂമി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് അഞ്ജനയും പുറകേലേക്ക് പോകുന്നുണ്ട്. അഞ്ജന ദേഷ്യത്തിൽ പോകുന്നത് നമ്മുടെ അജയ് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അജയും അഞ്ജനയുടെ പുറകേൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജന ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, നീ ഒരു ചെറ്റ പെണ്ണാണ്, നീ ഒരു വൃത്തികെട്ട പെണ്ണാണ്, നിന്നെ എനിക്ക് കാണുമ്പോ തന്നെ ദേഷ്യമാണ്, എന്തൊരു അഹങ്കാരവും നിനക്ക്, നീ ഒരു ചെറ്റ കുടിലല്ലേ ജനിച്ചു വളർന്നത്, എന്നിട്ട് ഇത്രയും വലിയ കൊട്ടാരം പോലെ തറവാട്ട് വന്നിട്ട് അവിടെ മാനേഴ്സ് എന്താണെന്ന് നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല നിന്റെ വീട്ടുകാര്. നീ എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെയാണോ 8ാം ക്ലാസ് വരെയാണോ നീ പഠിച്ചത്? എത്ര വരെ പഠിച്ചാലും നിനക്ക് ഒട്ടും കോമൺ സെൻസ് ഇല്ല. നിന്റെ വിചാരം നീ ആരാണെന്നോ, വലിയൊരു എംബയാണെന്നോ? കണ്ടാലും മതി, എന്റെ 7 അയലത്ത് നിൽക്കാനുള്ള സൗന്ദര്യം നിനക്കില്ലല്ലോടി, എന്റെ 7 അയലത്ത് നിൽക്കാനുള്ള സമ്പത്ത് നിനക്കില്ലല്ലോടി, നിന്റെ വീട്ടുകാർ നിനക്ക് മര്യാദ എന്താന്ന് പഠിപ്പിച്ചിട്ടില്ലേ? നിന്റെ അച്ഛൻ ആരാ? എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നീ ഒരു ഫാദർലെസ്സാ, അച്ഛനില്ലാത്തവൾ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ ഭൂമിക്ക് ദേഷ്യം വരുന്നുണ്ട്. അത്രയും നേരം ഭൂമി മിണ്ടാതിരിക്കും. തന്നെ കുറിച്ച് പറഞ്ഞത് ഭൂമി എല്ലാം സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ കയ്യും കാലക്കിനെ വിറക്കുവാട്ടോ. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് അജയ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോ അഞ്ജനേനെ ഇങ്ങനെ പറഞ്ഞു നിർത്താൻ വേണ്ടി നോക്കുമ്പോഴേക്കും അജയ്ക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. വീണ്ടും അഞ്ജന പറയാണ്, എന്താടി ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളെ വെറും ഒരു ചെറ്റയാണ്, നിനക്ക് അച്ഛനുണ്ടോടി? അതുണ്ടെങ്കിൽ അയാളൊരു ചെറ്റയല്ലേടി എന്ന് പറയുമ്പോഴേക്കും ഭൂമിയുടെ അഞ്ജനയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. നീ എന്നെ തല്ലിയല്ലേ,
ഞാൻ കാണിച്ചു തരടി നിന്ന, ഈ അഞ്ജനയാണ് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് നമ്മുടെ അഞ്ജന. പക്ഷെ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ അജയ് ഇടപെടുന്നില്ല. കാരണം ആ ഒരു അടി അത് അഞ്ജനക്ക് അർഹതപ്പെട്ടതാണ്. ഭൂമിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞ അവൾക്ക് എത്രമാത്രം വിഷമോന്ന് അജയ്ക്കും അറിയാം. ഇതൊക്കെ കേട്ട് നമ്മുടെ ഭൂമി പൊട്ടിക്കരയാണ് ചെയ്യണേ കേട്ടോ. ഇരിക്കുന്ന ഭൂമിയുടെ അടുത്തേക്ക് അജയ് പോകുന്നുണ്ട്. ഭൂമി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഭൂമി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യണത്. ഇനി താൻ അവിടെ നിൽക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ് ചെയ്യണേ കേട്ടോ. അതിനുശേഷം നമ്മുടെ അജയ്ക്ക് അതൊരു നാണക്കേട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ അജയ്ക്ക് നാണക്കേട്ട് തോന്നുവാണ്. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ അഞ്ജന കൊറേ വെള്ളം അങ്ങ് അടിക്കാട്ടോ. വെള്ളം അടിച്ചിട്ട് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവള് ആ ഭൂമി അവളെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. ഭവാനി അകത്തേക്ക് വരുന്നുണ്ട്. എന്നെ പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ കാണിക്കണത്? ദേ ഇവിടെ മുത്തശ്ശിയുണ്ട്, ദേ നിന്റെ മാമന്മാരുണ്ട്, നീ എന്തൊക്കെ കാണിക്കണം? അവരെങ്ങനെ നിന്റെ ഈ കോലം കണ്ടതിന് അതോടെ തീർന്നു എന്നൊക്കെ ഭവാനി പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ അജയന്റെ അമ്മ സംഗീതയും അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ സത്യനും ആ വീട്ടിലെ എല്ലാവരും കൂടി ആ റൂമിലേക്ക് വരുവാണ്. കാണുന്ന കാഴ്ച അഞ്ജന വെള്ളം അടിച്ച് ഇങ്ങനെ മലക്കെ മറിഞ്ഞ് ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറയാട്ടോ. ഇത് കാണുമ്പോ മുത്തശ്ശി ചോദിക്കണ്ട് ഭവാനി അടുത്ത്, ഭവാനി ഇവള് വെള്ളം അടിക്കോ? നാണക്കേട്, ഈ കുടുംബത്തിലെ പെണ്ണുങ്ങൾ വെള്ളം അടിക്കുന്നോ? ആണുങ്ങളെ വെള്ളം അടിക്കുന്നില്ല. അപ്പോഴാ പെണ്ണുങ്ങള് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഈ വിവാഹം വേണോ വേണ്ടോ എന്ന് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ. ഭവാനി തീർന്നു, ഇന്നത്തോടെ എല്ലാം നശിപ്പിച്ചു, ഈ നശിച്ചവളെല്ലാം നശിപ്പിച്ചു എന്നൊക്കെ ഭവാനി വിചാരിക്കുന്നുണ്ട്. ശേഷം ഭവാനി നമ്മുടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന അഞ്ജനെ പിടിച്ച് എഴുന്നേപ്പിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിന്റെ ഈ അട്ടഹാസം, നിന്റെ ഈ ഇതൊക്കെ മുത്തശ്ശി കണ്ടു, ഇനി നിനക്ക് അജയനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിലും എനിക്ക് അവരെ കിട്ടില്ല അമ്മേ എന്ന് പറയാണ്. അതെന്താ? അവൻ സ്നേഹിക്കുന്നത് എന്നെയല്ല അവളെയാ. ആരെ? ഭൂമിനെയോ? അതെ എന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അജയന്റെ ഒറ്റ സുഹൃത്ത് ആത്മമിത്രം ഉണ്ടല്ലോ, ആ എൽദോ, അവൻ പറഞ്ഞതാണ്. ആ അങ്കിൾ പറഞ്ഞു എന്റെ അടുത്ത് അജയന് ഇഷ്ടം ഭൂമിയാണ്, രണ്ടുപേരും പരസ്പരം പിരിയാത്ത വിധം അവൻ ഒന്നായി എന്ന് പറഞ്ഞു. എനിക്ക് അവളെ കൊല്ലണം, ഈ വിവാഹം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവളെ കെട്ടരുത്, അവളെ ആ ഭൂമിനെ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ഭവാനിക്കും ദേഷ്യം വരുന്നില്ല. അപ്പൊ തന്നെ മറ്റേ പുള്ളിക്കാരനെ വിളിക്കണം, വാടക കൊണ്ടുതന്നെ. എന്തായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? എന്തായാലും അന്വേഷിച്ചാലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവളുണ്ടല്ലോ ആ ഭൂമി, അവള് തന്നെയാണ് അച്യുതന്റെ മകള്, അവളെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയണം. അങ്ങനെ ആ ഒരു വാടക കൊലയാളി പിന്നെ ഭൂമിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുവാണ്. അതേസമയം നമ്മുടെ ഭൂമിയാണെങ്കിൽ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നൊക്കെ പറയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ അച്യുതൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഒരുപാട് സ്വർണവും പണവും എല്ലാം വേണമല്ലോ. അപ്പൊ നോക്കുമ്പോഴേക്കും ഭൂമി നോക്കുമ്പോ അത്ര വലിയ സ്വർണ്ണമൊന്നും ഇവരുടെ കയ്യിലില്ല. അമ്മയുടെ കഴുത്തിൽ ഒരു പവന്റെ മാല, തന്റെ കഴുത്തിൽ ഒരു പവന്റെ മാല ഓൾറെഡി ഉണ്ട്. പിന്നെ മറ്റൊരു മാല ഉണ്ടല്ലോ, പാരമ്പര്യമായിട്ട് ഭൂമിക്ക് കിട്ടിയ ഒരു മാല, ആ നാഗത്തിന്റെ ലോക്കറ്റുള്ള മാല, അതൊരു നല്ല കനമുള്ളൊരു മാലയാണ് കേട്ടോ. അതായത് ലോക്കറ്റിൽ തന്നെ 2-3 പവൻ ഉള്ളൊരു ലോക്കറ്റാണ്. അപ്പൊ ആ മാല, പിന്നെ അങ്ങോട്ട് കമ്മലും കൈച്ചേനും അങ്ങനെ മോതിരവും ഒക്കെ ആയിട്ട് തുന്നി സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 6-7 പവനുണ്ട്. ഇപ്പത്തെ സ്വർണ്ണയുടെ വില അനുസരിച്ചിട്ട് അതിനെങ്ങനെ പോയാലും 10 ലക്ഷത്തിന്റെ രൂപയുടെ അടുത്ത് കിട്ടും. പിന്നെ കുറച്ചൊരു പൈസ ഉണ്ടാക്കണം. അതെങ്ങനെയെങ്കിലും ഒരു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ ആൾക്കാരെ സഹായിക്കണം, അവർക്ക് ചോദിക്കാന്ന് ഭൂമി വിചാരിക്കണം. അങ്ങനെ ആ ഒരു മാല അടക്കം ഭൂമി വിൽക്കാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗവും പ്രൊമോയില് കാണിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.